നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കൊല്ലത്ത് നിന്നും അമ്മായിയമ്മ മരുമകളെ വെട്ടിക്കൊന്ന വാർത്ത പുറത്തുവന്ന മണിക്കൂറുകൾ കഴിയുമ്പോൾ അനവധി വാർത്തകളാണ് അതുമായി ബന്ധപ്പെട്ട പുറത്തുവരുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച മറ്റു പല വിധത്തിലും തിരിയുന്നുമുണ്ട്. ഇങ്ങനെയുള്ള അമ്മമാരാണെങ്കിൽ ആൺമക്കൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. കല്യാണം കഴിക്കാതിരിക്കുക, അതാണ് നല്ലത്. കൊല്ലുന്നതിന്റെ പകുതി ആരോഗ്യം പോലും വേണ്ട സ്വന്തമായി ഒരു ചായ ഇട്ട് കുടിക്കാൻ. അമ്മയെ മുത്തശ്ശി കൊല്ലുന്നത് കണ്ടുനിന്ന ആ മക്കളുടെ മാനസികാവസ്ഥ ആലോചിക്കാൻ കൂടി വയ്യ. ഭർത്താവ് ജോലിക്ക് പോയ സമയത്താണ് 28-കാരിയായ ഈ കുടുങ്ങൽ സ്വദേശി റെജിലയെ 75-കാരിയായ അമ്മായിയമ്മ ശാന്തി വെട്ടിക്കൊന്നത്. ചായ ഇട്ട് കൊടുക്കാൻ വൈകിയതിനാലാണ് ഈ അരുംകൊല. റെജില വീട്ടിലെ പ്രശ്നങ്ങൾ കാരണം മുൻപ് ആത്മഹത്യക്ക് ശ്രമിച്ച സ്വന്തം വീട്ടിലായിരുന്നു താമസം. അവിടെ നിന്ന് കഴിഞ്ഞ ദിവസം ഭർത്താവ് കൂട്ടിക്കൊണ്ട് വരികയായിരുന്നു. അടുത്ത ദിവസം തന്നെ അമ്മായിയമ്മ അവരെ വെട്ടിക്കൊല്ലുകയും ചെയ്തു. പാവം പിടിച്ച ഒരു പെണ്ണ്. അവൾ കൊല്ലപ്പെട്ടപ്പോൾ ആ 2 കുഞ്ഞുങ്ങൾ അനാഥരായി. അമ്മായിയമ്മയ്ക്ക് ഇനി സുഖമായി ജയിലിൽ 4 നേരം മൃഷ്ടാനം ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങാം. പിന്നീട് ജാമ്യത്തിൽ ഇറങ്ങാം. മരുമകളെ കൊന്ന അമ്മായിയമ്മയായി ഹീറോയായി നാട്ടിൽ അന്തസ്സായി ജീവിക്കാം. എല്ലാ വർഷവും ഒക്ടോബർ മാസം 4-ാമത്തെ ഞായറാഴ്ച ദേശീയ അമ്മായിയമ്മ ദിനമായിട്ട് നാം ആചരിക്കാറുണ്ട് എന്ന് നിങ്ങൾക്കറിയാമോ? എന്നാൽ അങ്ങനെ ഒരു ആചാരവുമുണ്ട്. ഒരു അമ്മായിയമ്മ ദിനത്തിൽ ഞാനൊരു ലേഖനം എഴുതി ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കണ്ടതാണ്. അതിനെക്കുറിച്ചാണ് വായിക്കുന്നത്. കുഴപ്പക്കാരായ അമ്മായിയമ്മമാരെ പറ്റിയും മരുമക്കളെ പറ്റിയും എഴുതിയിരുന്നു. അന്ന് ചിലർ അവകാശപ്പെട്ടു ഇപ്പോഴത്തെ കാലത്ത് അത്തരം അമ്മായിയമ്മമാർ ഇല്ല എന്ന. അവരുടെ അനുഭവമാകാം. ചിലർ അവർക്കുള്ള അമ്മായിയമ്മമാരുടെ പെരുമാറ്റ ദൂഷ്യത്തെക്കുറിച്ചും സൂചിപ്പിച്ചു. ഞാൻ എഴുതിയതും അതുതന്നെയാണ്. മനുഷ്യനല്ലേ പുള്ളേ എന്ന് പറഞ്ഞ പോലെ രണ്ടും സംഭവിക്കാം. എന്തെന്നറിയില്ല, ഈ കാലഘട്ടത്തിന്റെ മാറ്റമാണോ എന്തോ. പണ്ടൊക്കെ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർ പുരുഷന്മാരായിരുന്നു. പക്ഷെ ഇപ്പോൾ ആ പ്രവണത പെൺപടകളിലേക്കും പടർന്നു കയറിയിട്ടുണ്ട്. എല്ലാവർക്കും ക്രിമിനൽ മൈൻഡ്. ഏത് കുറ്റകൃത്യം എടുത്താലും അതിൽ പെണ്ണൊരുത്തിയുടെ സാന്നിധ്യം ഉണ്ടാകും. പണ്ടൊക്കെ മുഖലക്ഷണം നോക്കി കുറ്റവാളികളെ ഏകദേശം ഊഹിക്കാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ അതിന് വയ്യ. ആട്ടിൻതോലണിഞ്ഞ ചെന്നായ്ക്കളെ പോലെയാണ്. യുവജനങ്ങളുടെ എണ്ണം ദിനംപ്രതി കൂടുകയാണ്. ഗ്രൂപ്പായിട്ടുള്ള കവർച്ചയും ബലാത്സംഗങ്ങളും കൊലപാതകങ്ങളും ദിവസേനയുള്ള വാർത്തകളിൽ ഇടം പിടിച്ചു കഴിഞ്ഞു. സ്ത്രീജനങ്ങൾ ഇതിനൊന്നും ഒട്ടും പിന്നിലല്ല. കാമുകനു വേണ്ടി ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും കൊല്ലാൻ മടിയില്ലാത്തവർ. ഇങ്ങനെയാണെങ്കിലും പ്രായം ചെന്ന അമ്മമാർ കൊലപാതകളാകുന്നത് കേട്ടിട്ടില്ല. അങ്ങനെ മരുമക്കളെ കൊന്ന ആദ്യത്തെ അമ്മായിയമ്മയായിരിക്കും ഈ നിലമ്പൂരുകാരി. മക്കൾ വലുതായി കല്യാണം കഴിഞ്ഞാൽ അവർക്ക് കുറച്ച് സ്വാതന്ത്ര്യം കൊടുക്കണം. പ്രായം ചെന്ന നമ്മളൊക്കെ ഇത്രയും കാലം ജീവിച്ചില്ലേ എന്നുള്ള ചിന്തയുണ്ടാകണം. ഇനിയുള്ള കാലം അവരും ജീവിക്കട്ടെ എന്നൊരു കണക്കുകൂട്ടലെങ്കിലും വേണം. ഒരു കണക്കിന് ഇങ്ങനത്തെ ശല്യക്കാരായ അമ്മമാരെ വൃദ്ധസദനത്തിലാക്കിയാലും കുറ്റം പറയാനാവില്ല. എല്ലാവരുടെയും കാര്യമല്ല കേട്ടോ. ഈ നിലമ്പൂരിലെ അമ്മായിയമ്മ കേവലം ചായ താമസിച്ചതിന് മരുമകളെ വെട്ടിക്കൊന്നത് എത്ര ദാരുണമാണ്. അത് മക്കളുടെ മുമ്പിൽ വെച്ച്. ഈ 21-ാം നൂറ്റാണ്ടിലും ചില ക്രിമിനൽ മൈൻഡുള്ള അമ്മായിയമ്മമാർ ഉണ്ടെന്നാണ് സത്യം. 2 പെൺമക്കൾ തമ്മിൽ ചേരാൻ ഇത്തിരി പാടാണ്. ചില അമ്മായിയമ്മമാരുടെ രീതി കണ്ടാൽ അങ്ങനെ തോന്നും. എന്താ അവർക്ക് സ്വന്തം മോളായി കണ്ടാൽ. തിരിച്ചും സംഭവിക്കുന്നുണ്ടെന്നുള്ളത് മറക്കുന്നില്ല. ചില തള്ളമാർക്ക് അടിമയും ഉടമയും എന്ന ചിന്തയാണ്. ഉയർന്ന ജോലിയും വിദ്യാഭ്യാസവുമുള്ള പെൺകുട്ടികളെ കിട്ടിയ അമ്മായിയമ്മമാർ പോലും വില്ലത്തി രൂപങ്ങൾ പുറത്തെടുക്കാറുണ്ട്. നിൽക്കക്കള്ളി ഇല്ലാതെ എത്രയോ കുട്ടികൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. പേരെടുത്താൽ സ്വന്തം മോന്റെ സ്വസ്ഥതയും നശിക്കും എന്നവർ ചിന്തിക്കുന്നില്ല. ചില തള്ളമാർക്ക് മകനെ മരുമോൾക്ക് വിട്ടുകൊടുക്കാൻ ലേശമല്ലാത്ത വിമുഖതയുമുണ്ട്. അവിടെയാണ് സംഘടനത്തിന്റെ തുടക്കം. അന്യ വീട്ടിൽ നിന്ന് വന്ന കുട്ടിക്ക് താനാണ് ഇനി അമ്മ എന്ന് ചിന്തിച്ചാൽ പ്രശ്നം തീർന്നില്ലേ? വീടിന്റെ ഭരണം സ്വന്തം കയ്യിൽ ഒതുക്കി താക്കോലും അരയിൽ തൂക്കി നടന്ന അമ്മായിയമ്മമാർ സിനിമയിൽ മാത്രമല്ല ചിലരുടെ ജീവിതത്തിലും ഉണ്ടാകാം. ഇവിടെ ഞാൻ നോക്കിയിട്ട ക്രിമിനൽ മൈൻഡുള്ള ഈ അമ്മായിയമ്മ എല്ലാം അടക്കി ഭരിക്കുന്നവരാണ് എന്ന് തോന്നുന്നു. കണ്ടിട്ട് നല്ല ആരോഗ്യവതിയും ജീവനുള്ള ഒരു ശരീരത്തെ മറ്റാരുടെയും പിൻബലമില്ലാതെ ഒറ്റയ്ക്ക് വകവരുത്താൻ കാണിച്ച ശക്തി എന്തേ ഒരു ഗ്ലാസ് ചായ ഇട്ട് കുടിക്കാൻ കാണിക്കാതിരുന്നത്? പെട്ടെന്നുള്ള ആവേശത്തിൽ ചെയ്തതാകുമെന്ന ന്യായീകരണം ഇവിടെ സാധ്യമല്ല. ഇങ്ങനത്തെ ഒരു ദുഷ്ടയാണെങ്കിൽ ആ മക്കൾക്ക് അവർ ഒരു സ്വസ്ഥതയും കൊടുക്കാൻ ചാൻസ് ഇല്ല. അവരൊന്നും ചിന്തിച്ചോ ആ പൊന്നു മക്കൾക്ക് ഇനി ആരുണ്ട്? മകൻ ജോലിക്ക് പോകാതെ എങ്ങനെ കുഞ്ഞുങ്ങളുടെ കാര്യം നടക്കും? ഒരമ്മ നഷ്ടപ്പെട്ട കുടുംബത്തിന്റെ അവസ്ഥയെക്കുറിച്ച് ഈ തള്ള ചിന്തിച്ചോ? ഒരു ജീവനേക്കാൾ വലുതായിരുന്നു അവർക്ക് ചായ. മരുമക്കളെ പറ്റി ഏഷണി പറഞ്ഞു കൊടുത്ത മക്കളുടെ ജീവിതത്തിൽ സൗര്യക്കേടുണ്ടാക്കുന്ന അമ്മമാർ ഉണ്ടെങ്കിൽ ഇനിയെങ്കിലും ചിന്തിക്കൂ. നിങ്ങളുടെ വാർദ്ധക്യ കാലത്തും രോഗശയ്യയിലും മക്കളെ പോലെ നിങ്ങളെ ശുശ്രൂഷിക്കേണ്ടവളാണ് മകന്റെ കൈപിടിച്ചു കയറി വന്ന മരുമകൾ. ശരിക്കും പറഞ്ഞാൽ മരുമകൾ അമ്മായിയമ്മ എന്ന പദം പോലും ശരിയല്ല. പകരം അമ്മ മകൾ എന്ന് തന്നെയായി
ഉണ്ടായിരിക്കണം. കല്യാണം കഴിച്ചുവിട്ട സ്വന്തം മകൾ ഭർതൃഗ്രഹത്തിൽ സുഖജീവിതം നയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന നിങ്ങൾ എന്തുകൊണ്ടാണ് മരുമക്കളെ അതിന് അനുവദിക്കാത്തത്? അമ്മായിയമ്മമാർ പണ്ട് ഭർതൃഗ്രഹത്തിൽ കടന്നു വന്നപ്പോൾ അന്നത്തെ അമ്മായിയമ്മയുടെ ചില ക്രൂര വിനോദങ്ങൾക്ക് ഇരയായിട്ടുണ്ടാവാം. റാഗിങ്ങും നടത്തുന്ന കോളേജ് പിള്ളേരുടെ ചിന്തയാണ് ഇവിടെ ഉയരുന്നത്. താൻ എന്തു ഭാവിച്ചത് അവൾ കൂടി അനുഭവിക്കട്ടെ എന്ന ചിന്ത. ശരിക്കും വിവാഹാലോചന നടക്കുമ്പോൾ ചെറുക്കന്റെ സ്വഭാവവും ചുറ്റുപാടുകളും അന്വേഷിക്കുമ്പോൾ ചെക്കന്റെ അമ്മയെ പറ്റി അയൽക്കാരോടൊന്ന് അന്വേഷിക്കുന്നതാണ് നല്ലത്. അമ്മായിയമ്മയും മകനും മരുമകളും ഒറ്റക്കെട്ടായി ഒരു ടീമായി പ്രവർത്തിക്കൂ. കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ മരുമകളെ ഒറ്റപ്പെടുത്താതെ അങ്ങനെയെങ്കിൽ സ്വർഗം ഇവിടെ തന്നെ. ആ സ്വർഗം പണിയാൻ നിങ്ങൾ മുൻകൈ എടുക്കൂ അമ്മായിയമ്മമാരെ.